പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോഴ്സിൻ്റെ മോട്ടിവേഷൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കയിൽ ടാൻസാനിയ, സാംബിയ, മൊസാംബിക് എന്ന സാമാന്യം വലിയ രാജ്യങ്ങളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമുണ്ട്, മലാവിയ എന്ന പേരിൽ. പൊതുവെ ആഫ്രിക്കയ്ക്ക് പുറത്തും ഒരു പരിധിവരെ ആഫ്രിക്കയിൽ പോലും അധികം അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ കൊച്ചു രാജ്യം 2009 ശേഷം ഈ രാജ്യവും അവിടെ പുറം ലോകം കാണുകയോ അറിയിക്കുകയോ ചെയ്യാതെ ജീവിച്ചിരുന്ന 14 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു കുട്ടിയും ലോകം അറിയപ്പെടുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് ക്രിയേറ്റിംഗ് കറൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹോപ്പ് എന്ന പേരിൽ 2009 സെപ്റ്റംബർ 29 ഹാർപ്പർ കോളിൻസ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ലോകപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഒരു രാജ്യത്തിന് മാത്രമല്ല, ഒരു പക്ഷേ ലോകം മുഴുവനും പ്രത്യാശ നൽകാൻ പര്യാപ്തമായ ഒരു സംഭവ കഥയായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. പുസ്തകത്തിൻ്റെ സഹ എഴുത്തുകാരനായ വില്യം കങ്ക്വാബ എന്ന 14-കാരനാണോ ആ കഥയിലെ കേന്ദ്ര കഥാപാത്രവും ഒരുപാട് പേരുടെ പ്രചോദന വ്യക്തിത്വവും. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെപ്പോലെ തന്നെ കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന, വിദ്യാഭ്യാസമോ പുരോഗതിയോ നാഗരികതയുടെ പ്രൗഢിയോ ഒന്നും ചെന്നെത്തിയിട്ടില്ലാത്ത ദരിദ്രരായ ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു ചെറിയ രാജ്യമാണ് മലാവിയ. 2001 വില്യം കങ്ക്വാബ 8ാം ഗ്രേഡിൽ പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന സമയത്ത് വലിയൊരു വരൾച്ചയെ മലാവിയ നേരിടേണ്ടി വന്നു. പൊതുവെ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്ന അവിടുത്തെ ജനങ്ങളും മൃഗങ്ങളുമൊക്കെ പട്ടിണിയിലും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലുമായി. ഉൾഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്നത് ഏറെ ചിലവേറിയതായിരുന്നതിനാൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് അത് അചിന്തനീയവും അപ്രാപ്യവുമായിരുന്നു. വൈദ്യുതി ഇല്ലാതെ കുഴൽക്കിണറുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനോ കൃഷിക്ക് ഉപയോഗയോഗ്യമാക്കാനോ കഴിയാത്ത ദയനീയമായ അവസ്ഥ. പട്ടിണിക്ക് പുറമെ പണമില്ലാത്തതിനാൽ സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട നിലയിലായിരുന്നു പൊതുവെ എല്ലാ കുട്ടികളും. അതേസമയം പഠനം അവസാനിപ്പിച്ച് എന്നേക്കുമായി സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപായി ആ സ്കൂളിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പരമാവധി വായിച്ച് അറിവ് സമ്പാദിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു കൗമാരക്കാരനായ വില്യം. വായനകളിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ ആ 14-കാരൻ്റെ മനസ്സിൽ ഒരു സ്പാർക്ക് കൊള്ളിയാൻ കണക്കുണ്ടായി. തൻ്റെ രാജ്യത്ത് ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനെ ഉപയോഗിച്ച് എന്തുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കിക്കൂടാ, അത് ഉപയോഗിച്ച് കുഴൽക്കിണറുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൃഷി നടത്തിക്കൂടാ എന്ന ചിന്തകളുടെ ഭാഗമായി പഴയ സൈക്കിളും ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ആക്രി സാധനങ്ങളും ഉപയോഗിച്ച് എതിർപ്പുകളെയും നിരുത്സാഹപ്പെടുത്തലുകളെയും അതിജീവിച്ച് സ്വന്തമായി ഒരു കാറ്റാടി യന്ത്രം നിർമ്മിച്ചു. അതുവഴി കുഴൽക്കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൃഷിക്കായി ഉപയോഗിച്ചു. അത് വില്യം എന്ന 14-കാരൻ്റെ നേട്ടം എന്നതിനേക്കാൾ ഒരു ജനതയുടെ പട്ടിണി മാറ്റാനുള്ള ഒരു മഹാത്ഭുതമായിരുന്നു. വില്യം കങ്ക്വാബയും ബ്രൈൻ മീലർ എന്ന സഹ എഴുത്തുകാരനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പുസ്തക രൂപത്തിൽ ആക്കിയത്. ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഇതേ പേരിൽ 2019 ചിവട്ടൽ NGO4 സംവിധാനം ചെയ്ത് ഏവർക്കും പ്രചോദനാത്മകമായ ഒരു സിനിമ പുറത്തിറങ്ങുകയുണ്ടായി. അവസരം കിട്ടിയാൽ തീർച്ചയായും അത് കാണണം. കൗമാരക്കാരനായ വില്യം കങ്ക്വാബ സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന യൂസിങ് എനർജി എന്ന അമേരിക്കൻ പുസ്തകം വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്വന്തം വിൻഡ് മിൽ നിർമ്മിച്ചത്. ബന്ധുക്കളും അയൽപ്പക്കാരുമൊക്കെ വില്യമിനെ കളിയാക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവൻ്റെ പിതാവ് ഇതൊക്കെ സാധ്യമാകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിലും അവനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ ചിന്തകൾ സാധാരണക്കാരുടേതിനേക്കാൾ ഉയർന്നതാണെന്നും തനിക്ക് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നും അവന് പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ് നിരുത്സാഹപ്പെടുത്തലുകളെ അവഗണിക്കാനും ആഗ്രഹിച്ചത് പൂർത്തിയാക്കാനും ആ 14-കാരന് സാധ്യമായത്. ഇത് കേൾക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണാൻ പഠിക്കുക. സത്യമായും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ മുറുകെ പിടിക്കുക. അത് ചെയ്ത് ലോകത്തെ വിസ്മയിപ്പിക്കാൻ വേണ്ട ആർജവത്വം സ്വായത്തമാക്കുക. മാതാപിതാക്കളോടാകട്ടെ പറയാൻ ആഗ്രഹിക്കുന്നത്,
മക്കളുടെ സ്വപ്നങ്ങളെ മുളയിലെ നുള്ളിക്കളയാതിരിക്കുക, മറിച്ച് അവയെ പ്രോത്സാഹിപ്പിക്കുകയും സാധ്യമായ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഒരിക്കലും മലയാള സിനിമയായ സ്ഫടികത്തിലെ ആടുതോമയുടെ കർക്കശക്കാരനായ പിതാവ് ചാക്കോമാഷാകാതിരിക്കുക. സ്പാർക്ക് അഥവാ ഉൾപ്രേരണ വളരെ അപൂർവമായി ലഭിക്കുന്നതാണ്. അതെപ്പോൾ ലഭിക്കുമെന്നോ ആർക്കുണ്ടാകുമെന്നോ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ പരപ്പാർന്ന വായന അതിന് സഹായമാകും. അതുകൊണ്ട് കഴിയുന്നത്ര വായിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പാർക്ക് ഉണ്ടാകാൻ ഇടവന്നാൽ നിർബന്ധമായും അതിനെ വളർത്തിയെടുക്കുക. അതുവഴി ഒരു മെച്ചപ്പെട്ട ജീവിതവും ലോകവും സൃഷ്ടിക്കാൻ പരിശ്രമിക്കുക. എന്നെ ശ്രവിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. താങ്ക് യു.